നെല്ലൂരു എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞ് നമ്മൾ ഫോറസ്റ്റിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ ടേണിങ് അങ്ങൊരു കാറ് വരുന്നുണ്ടോ, അത് അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായി, ഫോറസ്റ്റിൻ്റെ സ്റ്റാർട്ടിങ് ആയി. ഇവിടെ 24 മണിക്കൂർ ഓപ്പണാണ് ഈ ഫോറസ്റ്റ്. അടവ് കാര്യങ്ങളൊന്നുമില്ല. അടിപൊളി സ്ഥലങ്ങളാണ്. കാടിൻ്റെ ഫുള്ള് വീഡിയോ ഒന്നും ഇടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കാണാനില്ല കേട്ടോ, ആരുമില്ല അന്ന്. മറ്റേത് ആനയും കാട്ടിയൊക്കെ കാണുന്ന, മാന് വരെ കാണാനില്ല. മാനും കൂട്ടം കൂട്ടമായിട്ട് മാനൊക്കെ കാണുന്ന, ഇടയ്ക്ക് കാട്ടികളെ കാണും. അതുപോലെ തന്നെ ആന, അത്യാവശ്യം ആനകളെ കാണുന്ന കാടായിരുന്നു ഇത്. ഒന്നിനെയും കാണാനില്ല. അതാണ് ഫോറസ്റ്റിൻ്റെ അവസ്ഥ. അത് കാരണമാണ് എന്താക്കുന്നത്, കട്ട് ചെയ്ത് ഒഴിവാക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നാൾ എനിക്കുണ്ടായൊരു ചെറിയൊരു അനുഭവം പറയാം. ഈ ലോറിയിലൊക്കെ കൈ കാണിക്കുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും ഓന് ലോറിയിലല്ലേ, ഓനെന്താ ആളെ കയറ്റിയാൽ, രണ്ടാളെ കൈ കാണിക്കുമ്പോൾ കയറ്റിക്കഴിഞ്ഞാൽ ഓനെന്താ ഇപ്പോൾ സംഭവിക്കാൻ പോവുക, എന്താ കൈ കാട്ടിയാൽ നിർത്തിക്കൂടെ എന്നൊക്കെ ഉള്ളൊരു ഇത് വരും. എന്നുവെച്ചാൽ രാത്രി ഒരു 12 മണിക്ക് ശേഷം ഞാനൊരു കേരളത്തിൻ്റെ ഒരു സ്ഥലത്ത് വെച്ചിട്ട്, എടുത്ത് പറയുന്നില്ല, ഒരു ആൾക്കാരെ പ്രത്യേക ഒരു നാടിനെ ഇതാക്കി പറയണ്ടെന്ന് വെച്ചിട്ട് പുള്ളി കൈ കാണിച്ചപ്പോൾ ഞാൻ അത് നിർത്താത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 കാരണങ്ങളുണ്ട് നിർത്താത്ത. ഞാൻ വണ്ടി നിർത്തിയില്ല. അതിൻ്റെ കാരണം കൂടെ ഞാൻ ഇതിൻ്റെ കൂടുതൽ പറഞ്ഞുതരാം. ഞാൻ പുള്ളിക്ക് കൈ കാണിച്ച് ഞാൻ നിർത്തിയില്ല വണ്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിർത്താൻ തോന്നിയില്ല, ഞാൻ നിർത്തിയില്ല. അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി. പുള്ളിക്കാരൻ വേറൊരു ബൈക്കിൽ കയറി വന്ന് വണ്ടി തടഞ്ഞ്, ഞാൻ ഈ വണ്ടിയിലേ പോകുള്ളൂ എന്ന് പറഞ്ഞ് ഫുള്ള് മസിൽ പിടിച്ച് നമ്മളെ വണ്ടി തടഞ്ഞിട്ട് വണ്ടി കയറി പുള്ളി. അങ്ങനെ കയറി വന്നൊരു അനുഭവം പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണിത് നിർത്താത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ലോറിയിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരന് ഇൻഷൂർ കിട്ടൂല എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ. പിന്നെ യാത്രക്കാരനല്ല, അതിനെ ക്ലീനറാക്കി മാറ്റണം അയാളെ. അതൊക്കെ വലിയ റിസ്ക് ആവും. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് ഈ MDMA അതൊക്കെ പിടിക്കണ ഒരു സമയവും പേടിച്ചിട്ടാണ് സത്യത്തിൽ നിർത്താത്തത്. ഞാൻ മക്കളെ പോയിട്ടുണ്ടായിരുന്നു. ആനയുടെ ഫോട്ടോ ഒക്കെ ഉണ്ട്, എന്നല്ലാണ്ട് ആനയൊന്നുമില്ല. കാടിലൊന്നും ഒരാളില്ല, ആനകളും ഒന്നുമില്ല. അപ്പം അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ കാരണമാണ് നമ്മൾ നിർത്താത്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് നിർത്താത്തതെന്നുള്ള ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് മുന്നേ ചാലക്കുടി വെച്ചിട്ടൊരു ലോറി ഡ്രൈവർക്ക് പറ്റിയൊരു അനുഭവം അറിയാമല്ലോ. തൃശ്ശൂർ ടോളിൻ്റെ അവിടെ നിന്ന് 2 പിള്ളേർ കൈ കാണിച്ചു. ചേട്ടാ ഇവിടം വരെ എന്ന് പറഞ്ഞപ്പോൾ എന്താക്കി, പുള്ളി നിർത്തി കൊടുത്ത് കയറ്റി. ചാലക്കുടി എത്തുന്നതിന് മുന്നേ ഇവർ വന്നിട്ട് പിടിച്ചു, സ്ക്വാഡ് വന്ന് പിടിച്ച് നോക്കുമ്പോൾ ചെക്കൻ്റെ കയ്യിൽ MDMA പെട്ടോ, ഡ്രൈവർ അടക്കം പെട്ടു.
അപ്പം അങ്ങനത്തെയൊക്കെ സീനുള്ള കാരണം നമ്മൾ നിർത്താൻ പേടിക്കണം. അറിയാത്ത നാട്, അറിയാത്ത പിള്ളേരൊക്കെ ആയിരിക്കും. വലിയ ആൾക്കാരെ പോലും നിർത്താൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. ആരെയും വിശ്വസിക്കാൻ പറ്റില്ല, അതാണ് മെയിൻ. പിന്നെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല. എന്തിനു നീ കയറ്റിയെന്നാ ചോദിക്കുക. എന്നോട് ആര് പറഞ്ഞു നിർത്താൻ? എനിക്ക് നിന്റെ തടി നോക്കിയാൽ പോരെ എന്ന് പറയും. അത് ശരിയാ, ഒരു ക്ലീനറെ വരെ കൊണ്ടെടുക്കാത്തതിൻ്റെ മെയിൻ പ്രശ്നം അതാണ്. നമുക്ക് എന്തെങ്കിലും സംഭവിക്കണം, നമ്മളൊരാളെ നോക്കിയാൽ മതിയല്ലോ. പിന്നെ ഇപ്പം ക്ലീനർ പണിക്കൊന്നും ആരെയും കിട്ടാനും ഇല്ല കേട്ടോ. നമ്മളങ്ങനെ ഇവിടെ തെത്തിമത്തിയൊക്കെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഗോണിക്കുപ്പയിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ വീരാജ്പേട്ട നേരെ മാങ്കൂട്ട ചുരം ഇറങ്ങി ഇരട്ടി ചെറുപുഴ, ആലക്കോട്, ചെറുപുഴ, അങ്ങനെ ഓടാൻ ചെന്നത്. ഏകദേശം 100 ചില്ലറ കിലോമീറ്ററോളം ഓടാനുണ്ട്. നല്ല രസമാണ് ഇവിടെ. അങ്ങനെ എന്താ പറയുക, 2 സൈഡും നല്ല പച്ചപ്പും നടുക്ക് റോഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി. ക്യാമറയൊക്കെ ആണെങ്കിൽ നല്ല വിഷ്വലായേനെ. എന്ത് ചെയ്യാനാ, നമ്മൾ പാവപ്പെട്ട ആൾക്കാരല്ലേ, ചെറിയ ഫോണൊക്കെ അല്ലേ. അത്യാവശ്യം നല്ലൊരു മുട്ടൻ കയറ്റം വരുന്നുണ്ട്. വലിയ വിട്ടാതെ കയറിപ്പോക്കാണ് ഇവിടെ ടാസ്ക്. വലിയ കുഴപ്പമില്ല. ഇനി ഇത് കഴിഞ്ഞിട്ടുണ്ട് ഒരു വലിയൊരു കയറ്റം വരാൻ. കാപ്പിത്തോട്ടങ്ങളാണ്, കാപ്പിത്തോട്ടം. ഈ ഇറക്കത്തിൽ നിന്നാണ് ഞാൻ ആ 2018 കാലത്ത് ഇവിടെ വലിയൊരു കുഴിയായിരുന്നു ഈ സെൻട്രലായിട്ട്. ഈ കുഴിയിൽ വന്ന് വെള്ളം നിറഞ്ഞ് കിടന്ന് ആ സമയത്ത് വന്ന് ബൈക്കും കൊണ്ട് വന്നിട്ട് വീണ് 2 ടയറും പൊട്ടിപ്പോയി. ടയർ പൊട്ടിയല്ല, ഡിസ്ക് ബെൻഡായി. നല്ല വരവായിരുന്നു വന്ന് വീണ് കാലിൻ്റെ പാതൊക്കെ ചെത്തിപ്പോയി. ഒരു 2 മാസം ഫുള്ള് ബെഡ് റെസ്റ്റ് തന്നെയാണ്. സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് പൊറോട്ട കച്ചവടമായിരുന്നു. ആ സമയത്ത് അങ്ങനെ ഈ വെള്ളമൊക്കെ കയറി എല്ലാവരുടെയും കയറാൻ തുടങ്ങിയ സമയത്ത് എന്താക്കിയതാണ്, പരിപാടിയൊക്കെ നിർത്തി. എനിക്ക് പൊറോട്ട വരുന്നത് വയനാട്ടിൽ നിന്നായിരുന്നു വന്നോട്ടില്ല. അങ്ങനെ പരിപാടികളൊക്കെ നിർത്തി ഞാൻ നാട്ടിൽ പോകുമ്പോൾ കയ്യിൽ പൈസയുണ്ട്. അപ്പോൾ തിത്തിമത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പം ബൈക്കമ്മൽ 2 പിള്ളേർ പുറകെ കൂടിയ പോലെ ഒരു തോന്നൽ. സംഗതി പുറകെ കൂടിയൊന്നും എല്ലാം തോന്നുന്നു. അല്ലെങ്കിൽ അവന്മാർ എൻ്റെ വീഴ്ച കണ്ട് പരിക്കുപറ്റൊക്കെ കണ്ടിട്ട് അവന്മാർ ഇട്ടേച്ച് പോയത്. രണ്ടിൽ എന്തോ ഒന്ന് അവന്മാർ വർത്തമാനത്തിൻ്റെ ഇടയിൽ ഒരു ഗീറ് മറിക്കും. ആദ്യം മുതൽ ഇടം ഇത് കയറ്റം നല്ലൊരു കയറ്റായിരുന്നു. അങ്ങനെ എന്തായി, അവിടെ പിള്ളേർ വയ്യക്കൂടി എന്ന് പറഞ്ഞാൽ പുറകിൽ അവന്മാരും ഉണ്ടായി. അപ്പം ഞാൻ സ്ലോ ആക്കുന്ന സമയത്ത് അവന്മാർ സ്ലോ ആക്കുക, ഞാൻ സ്പീഡ് പോകുന്ന സമയത്ത് അവന്മാർ സ്പീഡ് വിട്ടുക. അപ്പം അവന്മാരൊരു റേസിംഗ് മോഡിൽ ചെയ്യിച്ചതാണോ അന്നും മനസ്സിലായില്ല. എന്തായാലും ഞാൻ വെളിവിട്ട് പോയി.
പിടിവിട്ടൊരു KSRTC ഒക്കെ ഓവർടേക്ക് ചെയ്ത് അലക്കി പോയതാണ്. നേരെ ചെന്ന് ഈ കുഴിയിലാണ്ട് ചാടി. കുഴിയിൽ ചാടി പോയി ഫ്രണ്ട് വീല് പൊട്ടി, ബാക്കും ഇതേ കിടക്കണ ചെയിൻ തരികിട തോവും. ഷോളറിനൊക്കെ പരിക്ക് പറ്റി, ചെറിയ കാല് മൊത്തം ചെത്തി അങ്ങ് പോയി. അങ്ങനെ ആ സമയത്തായിരുന്നു പ്രളയം മൊത്തം വീട്ടിലിരിപ്പായി. പ്രളയം തുടക്കത്തിലായിരുന്നു. പുറകോട്ടൊന്നും വരാതെ മാനന്തവാടി വണ്ടിയൊക്കെ സ്റ്റക്കായി. അപ്പം മാനന്തവാടിക്ക് പോകണമെങ്കിൽ തന്നെ ചുറ്റി വളഞ്ഞ് പോകണം എന്നുള്ളതൊക്കെ വന്നപ്പോൾ രാത്രി എടുത്ത് വിട്ടതാണ്, ബൈക്ക് കൊടുത്ത് വിട്ടതാണ്. പക്ഷെ അത് മൊത്തത്തിൽ പണിവാളിപ്പോയി. അങ്ങനെ ഒരു അനുഭവം തെറ്റിമത്തിയുണ്ട്. രാത്രി പറയാൻ പറ്റില്ല പോലെ എന്താ അവസ്ഥ എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. ബൈക്കിൽ വന്നപ്പോൾ ഞാനും കയ്യിലാണെങ്കിൽ അത് നല്ല പൈസയുണ്ട് കയ്യിൽ. പൊറോട്ടേൻ്റെ പൈസയൊക്കെ ഒരു 2-3 ട്രിപ്പ് വന്നതിൻ്റെ പൈസ കൊടുക്കാണ്ട്. അവിടെ നല്ല മഴയും കാര്യങ്ങളായ കാരണം എന്താക്കി ജാബർ ചോദിക്കാനും വിട്ടുപോവുകയും എന്തൊക്കെയായാലും ഞാനെല്ലാം കൂടെ ആ പൈസ ഒക്കെ എടുത്ത് പോകുന്നത്. അപ്പോൾ അത് ആ പൈസ മിസ്സായി പോകുമെന്നുള്ള പേടിയാണ് മെയിനായിട്ടുണ്ടായത്. എന്തായാലും നല്ലൊരു അപകടമായിരുന്നു അത്. ബൈക്കിൽ വന്ന് KSRTC നിർത്തിയെന്തൊന്നുമില്ല കേട്ടോ. അവസാനം ഒരു ഗുഡ്സും കൊണ്ട് വന്നൊരു പട്ടാണിയാണ് നിർത്തിയത്, കർണാടകക്കാരൻ. പുള്ളിക്കാരൻ നിർത്തി വേറൊരു ഗുഡ്സ് അവിടെ നിന്ന് വിളിച്ച് വരുത്തി, കോണിക്കുപ്പയെന്ന് വിളിച്ച് വരുത്തിയിട്ട് ആ ഗുഡ്സിൽ 2 ചെക്കന്മാരായിരുന്നു വന്ന്. എൻ്റെ ബൈക്ക് അതിൽ കയറ്റി, പരിക്ക് പറ്റി കിടക്കുക ഞാൻ. എന്നിട്ട് എൻ്റെ ബൈക്ക് അടക്കം അതിൽ കയറ്റി ആ ഗുഡ്സിൽ എന്നെ കയറ്റി വിട്ടാൽ അമ്മമാർ നേരെ ഇവിടെ ഹോസ്പിറ്റലിൽ വന്ന് ഹോസ്പിറ്റലിൽ എന്താക്കി നേരെ കയറി ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മരുന്ന് ഇറ്റിച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ. എൻ്റെ ബോധം പോയി. എൻ്റെ ഇടയിൽ അരയ്ക്കാൻ വന്ന് എന്തൊക്കെയോ ചോദിക്കേണ്ട ആൾക്കാരൊക്കെ കൂടി ബോധവും പോയില്ല. ഇത് കാണുമ്പോൾ നല്ല ബ്ലഡൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാത്രി അവിടെ നിന്ന് എന്താക്കി കൂട്ടുകാരനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് നമ്പർ കൊടുത്ത് അങ്ങനെ വീട്ടിലൊക്കെ അറിയിച്ച് രാവിലെ കൂട്ടുകാരൻ വന്ന് അനിയൻ വന്നു. അവിടുന്ന് ഡിസ്ചാർജ് വാങ്ങി നേരെ വയനാട്. അവിടെ ചെന്നപ്പോഴാണ് ഇങ്ങനെ സർജറി ചെയ്യണം, മറ്റേത് ചെയ്യണം, മറിച്ചത് ചെയ്യണം. അങ്ങനെ സർജറിയൊന്നും ചെയ്തില്ല. അവിടുത്തെ ഒരു കഷ്ണം ഇറച്ചി അങ്ങോട്ട് പോയായിരുന്നു. തുടയുടെ മുകളിൽ ഒരു പീസ് കിട്ടിയിട്ട് അവിടെ വെക്കണം എന്നുള്ളത്. ഞാൻ പറഞ്ഞാൽ അവിടുത്തെ വേദനയും കൂടെ തിന്നണ്ടേ, ഈ വേദന തന്നെ തിന്നാം. ഓടി പോവാണെങ്കിൽ ഓടി പോട്ടെ, ഇല്ല അങ്ങനെ കിടക്കട്ടെ, അങ്ങനെ എനിക്ക് പറ്റില്ല. പിന്നെ അതൊന്നും ചെയ്തില്ല. അപ്പം മൂടിപ്പോയി. അതിന് 2 മാസം ഫുള്ള് റെസ്റ്റായിപ്പോയി. അങ്ങനെ ഒരു ആ തെറ്റിമത്തി ഉറക്കം കാണുമ്പോൾ അങ്ങനെ ഒരു ഓർമ്മ. റൂട്ടിൽ കുറേ ഓർമ്മകളുണ്ട്. നമ്മൾ ഇപ്പോൾ ടൗണിലേക്കുള്ള കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. കട്ടൻസൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടോ. പമ്പ് കഴിഞ്ഞ് ചെറിയൊരു പാലം കഴിഞ്ഞ് അടുത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാനന്തവാടി റോഡ് ഇവിടത്തേക്ക് 36 കിലോമീറ്റർ.
നമുക്ക് പോകേണ്ടത് നേരെ തന്നെയാണ് പോകേണ്ടത്. നേരെ ഇനി ഒരു 15 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒന്നാമത്തെ ചുരം ഇറങ്ങാൻ തുടങ്ങും. ഒരു വണ്ടി വരുന്നുണ്ട്. ആ കണ്ടെയ്നർ കയറി വന്ന വഴിയാണ് മാനന്തവാടിക്ക് പോകുന്നത്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ ഈ സൈഡിലൊക്കെ ഫുള്ള് വണ്ടി ആയിരിക്കുന്നുണ്ടാവും. അപ്പോൾ ആ വണ്ടി വെച്ചുണ്ടല്ലോ അവിടെ കാർ പാർക്ക് ചെയ്യുന്നത്. അതുപോലെ ചിലപ്പോൾ 2 സൈഡും ഉണ്ടാവും. ഇങ്ങനെ കുത്തനെ പാർക്ക് ചെയ്യുന്നു. അത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിന് ആകെ അത്രയും സ്ഥലമുള്ളൂ. 2 വണ്ടിയും പോകണമെങ്കിൽ ഭയങ്കര ഒരു ഇടങ്ങാറാണ്. നമ്മളൊന്ന് കഴിഞ്ഞ് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് ഭയങ്കര ടാസ്ക്കാണ്. 2 സൈഡിലും ഒരുപോലെ വണ്ടി. എനിക്ക് സെപ്പറേറ്റ് ഒരു പാർക്കിങ്ങോ കാര്യങ്ങളോ ഈ ടൗണിൽ വേറെ ഇല്ല. പോലീസ് വണ്ടി വരെ നിർത്തിയിരിക്കുന്നത്. ഹൈവേ പോലീസിൻ്റെ വണ്ടി വരും. അല്ല സോറി, ഹൈവേ പോലീസിൻ്റെ വണ്ടി പോലെ ഉണ്ട് കണ്ടപ്പോൾ. ആംബുലൻസാണ്. മൈസൂർ കണ്ണൂർ ഹൈവേ ആണ്. സമയം 7:20 അങ്ങാണ്ടായിരുന്നു രാവിലെ. അത് കാരണമാണ് ഇവിടെ ഇത്രയും കുറവ് ട്രാഫിക്. ആൾക്കാരൊക്കെ എത്തി തുടങ്ങുന്നല്ലോ. 8 മണിയാകുമ്പോഴേ കാണുന്ന വേഗം ആയി വരണേ. ചേച്ചിയും ചെറുക്കനും കൂടെ ഹെൽമെറ്റിന് ഇടിയും പിടിയും പറ്റിയത്. എന്താ സംഭവം എന്നറിയില്ല. നമ്മളിങ്ങനെ എന്തൊക്കെ കുമളിക്കപ്പെട്ട ടൗണ് കഴിഞ്ഞ് പോയത് ഇനിയൊരു 15 കിലോമീറ്റർ രാജ്പുഴ ടൗണിൽ പോലെ. അവിടെ പോണതിൻ്റെ കുറച്ച് ഇപ്പുറത്ത് നമ്മളുണ്ടാക്കും. ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് വന്നിട്ട് അതിലേക്ക് കയറിയിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ അവിടെ 1-2 ജില്ല വളവും പിന്നെ അവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെതായ ചെറിയൊരു ബുദ്ധിമുട്ട് അവിടെയാണ്. ഈ റോഡിലേക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു 5 കിലോമീറ്ററുള്ള സൂപ്പർ റോഡ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ മല ഏരിയ ആയതുകൊണ്ടേ കയറ്റവർക്കും കയറ്റത്തിറക്കുന്നില്ല. എന്നാലും കുഴപ്പമില്ല. ബുദ്ധിമുട്ട് അങ്ങനെ പോവാം. വലിയ കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് പോവാം. അവിടെ സ്ലോ ആവില്ല വണ്ടി. ടൈം വല്ലാണ്ട് ഡിലേ ആവില്ല. അവിടെ ചുരം ഇറങ്ങാനാണ് ചില സമയത്ത് ഉള്ളമാരെ വണ്ടികൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്ന സമയത്തുണ്ട്. അവിടെ അങ്ങോട്ട് ചുരം ഇറങ്ങുമ്പോൾ ലോറിക്കാരധികം സമയം നോക്കിയിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. ബസ് കയറി വരുന്ന സമയങ്ങളിൽ ടൂറിസ്റ്റ് ബസ്സുകൾ കണ്ടമാനം കയറി വരുന്ന സമയങ്ങളൊക്കെ നോക്കിയും കണ്ടൊക്കെ ഇറങ്ങിപ്പോകും. അല്ലെങ്കിൽ അവിടെ പോയി പെടും. വീതി കുറഞ്ഞ റോഡായത് കാരണം ടാറിങ് വിട്ട് നിലത്തേക്ക് ഇറക്കി കൊടുക്കേണ്ടതൊക്കെ സിറ്റുവേഷൻ വരും. അപ്പോൾ അത് ഭയങ്കര ടാസ്ക്കാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ വരുന്ന വരവുണ്ടല്ലോ, വെടിയുണ്ടായിട്ടാണ് വരിക. ഇവിടുന്ന് ഇറങ്ങിപ്പോണ വണ്ടിക്കാർ മാക്സിമം ചവിട്ടി അങ്ങനെ പോകുന്നുണ്ടേ താഴെക്കെത്തുമ്പോൾ ചിലപ്പോൾ ചവിട്ടിയാൽ നിന്നോളം. വീല് നല്ലോണം ചൂടായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിചാരിച്ചിടത്തൊന്നും ചവിട്ടിയാൽ നിൽക്കില്ല. എന്നാണ് പറഞ്ഞത് ഇവിടെ കോഴിക്കോട് ചവിട്ടിയാലേ ചിലപ്പോൾ തൃശ്ശൂർ നിൽക്കുമെന്നൊക്കെ പറയുന്നത്. എന്തൊക്കെ പറഞ്ഞ പോലെ മേലെ ആക്കി ചവിട്ടിയാലൊക്കെ ചിലപ്പോൾ താഴത്ത് നിൽക്കും. അത് ഈ 5 ബ്രേക്കൊന്നും ഇല്ലാത്ത ഇറങ്ങിപ്പോകുന്നതുകൊണ്ടാണ്. ഒരു 15 കിലോമീറ്റർ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ
അതിൻ്റെ ഇതിൽ റോഡ് പണി കഴിഞ്ഞ ആൾക്ക് വീട് വിട്ടില്ല. റോഡ് പണി കഴിഞ്ഞ് ഇനിയിപ്പോൾ നല്ല എന്താ പറയുക കയറ്റങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. സ്ഥലം ഒരു രക്ഷയില്ല കൊടകല്ലേ. തൊട്ട് വളവ് അതുപോലെ ഒന്ന് ഇറങ്ങാനും ഒരു കയറ്റം കയറി അതേപോലെ ഒരു ഇറക്കം നല്ലൊരു ഇറക്കിൻ്റെ വീഡിയോ അവിടെ നിന്ന് എടുക്കാൻ പറ്റുമോ? ചുരം ഇറങ്ങി തുടങ്ങി. എടുക്കാൻ പറ്റുന്ന നല്ല ട്രാഫിക്കായി അവിടെ. ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ആയത് കാരണം ഉണ്ടാക്കാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല. കുറച്ച് ഇപ്പുറത്തേക്ക് എത്തിയപ്പോഴേക്കും എടുത്തതാണ് അവസ്ഥയാണ്.
ഇവിടെയൊക്കെ പണി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. രണ്ട് സ്ഥലത്ത് പണി നടക്കുന്നുണ്ടെന്നല്ല, റോഡൊക്കെ വളരെ മോശം. ഇറങ്ങി കുറേയായി ചൊറുപ്പ് ചെയ്ത് ഒപ്പിച്ച് പോവുകയാണ്. റോഡ് വളരെ മോശമാണ്. എനിക്ക് ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ കാറൊക്കെ കയറിയിരുന്നു ഇതെടുത്തു എന്നുള്ള പേടിച്ചിട്ട്. ടാസ്ക് ഏരിയകളിൽ നല്ല ചെരിവുള്ളത് വണ്ടി കയ്യിൽ നിന്ന് പോയി. ിട്ട് ഇറങ്ങാൻ ശ്വാസത്തല്ല കുറച്ച് ഭാഗങ്ങൾ കുറച്ച് കഴിഞ്ഞ് പിന്നെ കട്ടറില്ല കേട്ടോ. അങ്ങനെ പോകും. ഇതിലെന്തായാലും ചോക്കണം. വീല് പെട്ടെന്ന് ചൂടാകും. ഒരു വീലുണ്ട് ഇപ്പോൾ ചൂടാകുന്നു. പിന്നെ രാവിലെ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്തത് അഡ്ജസ്റ്റ് ചെയ്തത് അതിന് ലേശം കയറി പിടിക്കേണ്ടത് അതിനെ കുറച്ച് ലൂസാക്കിയിട്ടുണ്ട്. ഞാൻ ലൂസാക്കിയത് ഇനി കൂടിയോ എന്നുള്ളതും അറിയും. ഇനി ടൈറ്റ് ആക്കി ലൂസാക്കിയത് ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് ചതിയാവും. പഞ്ചർ ഒപ്പിക്കാൻ ഇറങ്ങുന്നത് തീർന്നാലും മുന്നിൽ കിട്ടുമെന്നുള്ള മാത്രം നോക്കി. ഇറങ്ങിക്കൂടുന്ന ഭയങ്കര കട്ടിങ്ങാണ്. അതാണ് ഒന്നല്ലെങ്കിൽ ടയർ കയറി പോയാൽ കഴിഞ്ഞാൽ ഇറക്കി കൊടുക്കാൻ പറ്റുന്നിടത്ത് നമ്മൾ ഇറക്കി വണ്ടി കയറി. എന്നിട്ട് ചെറിയ വണ്ടിയിൽ നിന്ന് വലിയ വണ്ടിയിൽ നിന്നൊക്കെ കണക്കുന്നു. വരുന്നുണ്ട് ഇങ്ങോട്ട് ഇറങ്ങി പോയോ ഇല്ലയോ ഒന്നും അറിയില്ല. ഇതിലൊക്കെ ട്രെയിലറൊക്കെ ഇപ്പോൾ ഓടി തുടങ്ങിയത്. പണ്ടൊന്നും ട്രെയിലർ ഒരു ശരിയാക്കൊരു ബസ് കറക്റ്റ് ഒടുങ്ങി വരില്ലായിരുന്നു. ആ മറ്റേ പാലം പഴയ പാലമായിരുന്നു. പുതിയ പാലം വെച്ചുകൊണ്ടാണ് ഒടുങ്ങി കയറി പോകാൻ സുഖം. ഇതൊന്ന് ഫ്രണ്ട് പോയി റിവേഴ്സ് വന്ന് തിരിച്ച് വീൽ ബേസ് വണ്ടീൻ്റെ വീതിക്കുള്ള ഇത് വരുന്നു, പാല് വരുന്നു. ലോഡ് ഗിയറല്ല, ഫസ്റ്റ് ഗിയറിലിട്ട് എഞ്ചിൻ ബ്രേക്ക് ഇട്ടിട്ടാണ് ഇപ്പോൾ ഇറങ്ങിപ്പോൾ. ഇതന്നെ വണ്ടി നിൽക്കണമെന്നില്ല, തന്നെ അങ്ങോട്ട് ഇടക്കിടക്ക് ചോദിക്കും. അത് ഈ സെക്കൻഡിലും തേർഡിലൊക്കെ ഇറങ്ങിപ്പോകുന്ന ആശാന്മാരുണ്ട്. എനിക്കാണ് വേറെ മെയിനായിട്ട് പഞ്ചർ കാര്യം ചവിട്ട് ഭയങ്കരമായിട്ട് കൂടുതൽ വരും.
അതുപോലെ തന്നെ ഇറക്കും വളവും. ചില ആൾക്കെങ്കിലും ഒരു സംശയം ഉണ്ട്, അതെന്താ ഈ എൻജിൻ ബ്രേക്ക് എന്നൊക്കെ പറയുന്നത്. അതിനെപ്പറ്റി ആധികാരികമായിട്ട് പറഞ്ഞുതരാൻ എനിക്കറിയില്ല. എന്തായാലും എൻജിൻ്റെ സ്പീഡ് കുറയ്ക്കും. ബ്ലോക്ക് അവിടെ വന്നിട്ട് ബ്ലോക്ക് കൊടുത്തിട്ട് എൻജിൻ്റെ സ്പീഡ് കുറയ്ക്കുന്ന ഒരു സംവിധാനമാണ്. അത് ഞാൻ ലൈലൻഡ് ടാറ്റ ഭാരത് ഇങ്ങനെ ഓടിച്ചതിൽ എൻജിൻ ബ്രേക്ക് പക്കയായിട്ട് എനിക്ക് തോന്നിയത് ബാലൻസിൻ്റെ ലോഡ് ഗിയർ ആണോ ബ്രേക്ക് തൊടേണ്ട ആവശ്യമില്ല. എത്ര വലിയ ഇറക്കാണ് ശരി, അത്ര അങ്ങനെ പിടിച്ച് ആവശ്യത്തിന് കൊടുത്തിട്ട് അങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്. കാല് വെക്കേണ്ടത് ഇതുവരെ അങ്ങനത്തെ ഒരു ഇറക്കം വന്നിട്ടില്ല. പക്ഷേ ലൈലൻഡും ടാറ്റയും ഞാൻ ഓടിച്ചത് എൻജിൻ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്കിൻ്റെ മുകളിലാണ് അതിൻ്റെ പിന്നെ ഫുള്ള് കളി ചവിട്ടി തന്നെ ഇറക്കും. ഇത് നമുക്ക് സ്വിച്ച് ഓണാക്കി ഓഫാക്കി അങ്ങനെ എന്താ പറയുക, ഞാനിപ്പോൾ ഓഫാക്കി സ്പീഡ് കൂടിയാണ് ഓട്ടോമാറ്റിക് ഞാൻ ചവിട്ടിയിട്ട് വരുന്നത്. ലോഡ് ഗിയറിലല്ല, ഫസ്റ്റ് ഗിയറിലാണ്. അതായിരിക്കും ഫുള്ള് വണ്ടി സ്ലോ ആയി. നമുക്ക് കുറേ ചവിട്ട് കുറയും, വീല് ചൂടാവലൊക്കെ കുറയും. അതിനകത്തുനിന്ന് വീല് ശരിക്കും തണുത്തിറങ്ങി പോകും. ഇപ്പോൾ ഓഫായി കൊടുക്കും. ചെറിയൊരു കയറ്റം പോലെ ഇടുന്നത് ആയിക്കോട്ടെന്ന് കൊണ്ട് കാല് വെക്കുന്നേ ഇല്ല. വളവൊന്നും കയറാൻ നിൽക്കുന്നില്ല. സിഗ്നൽ കിട്ടിയിട്ട് കയറിയ പോലെ ചേട്ടാ. ബാംഗ്ലൂരിൽ നിന്ന് പിടിവിട്ട് വരുമ്പോൾ ഇവിടത്തിലെ നടക്കും ചൊരല്ലേ. ഇറങ്ങി പോവുകയാണെങ്കിൽ ഒരു സീനും ഇല്ല. വെടിയുണ്ടതുപോലെ പോകും ചില ആൾക്ക്. അവിടെ എന്തോ എടുത്ത് വെച്ച പോലെ താഴെക്കെത്തുമ്പോൾ എന്താകും ഇവിടെ പോകും. കിട്ടിയ സമയം അതിൻ്റെ മേലെയും അവിടെ മെനക്കെട്ട് വേറെ മാറ്റി കുടിക്കും. സ്വീകരിച്ച ആവശ്യമായി 1-2 മണിക്കൂർ ലേറ്റാവും. ഇപ്പോൾ കയറി വന്ന 1 മണിക്കൂറോടെ നമുക്ക് താഴെത്താം. ഈ പോക്ക് പോകണമെങ്കിൽ 20-25 കിലോമീറ്റർ അങ്ങോട്ടാണ്. പോവുകയും ചെയ്തു. ഈ ഇട്ട് പിടിച്ച് മൊത്തം വീടായി. വണ്ടി പോരും. അത് കഴിഞ്ഞിട്ട് പിന്നെ കടുമ്പോൾ തന്നെ ഇറക്കാതെ പോലെ അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം. ശരീരത്തിൽ കുറച്ച് ദൂരം തന്നെ ഇറങ്ങിയേക്കും. ചവിട്ടി ഈ ഗ്യാപ്പിൽ നല്ല ചൂടാലും വളവും ഇറക്കും കൂടെയല്ലേ, അപ്പം എന്തായാലും ചവിട്ട് വരും. വെള്ളിലേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ കാലെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ബ്രേക്കുമ്പോൾ തൊട്ടിട്ടില്ല. ഇവിടുന്നാണ് ഞാൻ ചവിട്ടുന്നത്. കണ്ണൂരിലേക്ക് വരാൻ വേണ്ടി കിട്ടി.
ഇറങ്ങുക. സീറിൽ ഇറങ്ങിയാലും കുഴപ്പമില്ല. ഇപ്പോൾ 22 ടണ്ട്, 25 ടണ്ട് പാർക്കിങ്, 22 ടണ്ട് ടൈം അത്രയേ ഉള്ളൂ. വേറെയാണെങ്കിൽ ഫുൾ ലോഡാണെന്നുണ്ടെങ്കിൽ ഈ ബോഡി ഗിയറിലെ സ്ഥലത്ത് മാക്സിമം കുറച്ച് പോയാൽ മതിയല്ലോ എന്നുള്ള അന്വേഷിച്ചില്ല. തേർഡ് ഗിയറിൽ ഇറങ്ങി പോകാനൊന്നുമില്ല. വണ്ടി താഴത്തുമ്പോൾ പഞ്ചറായി പോകും. അതാണ് പ്രശ്നം. ഇങ്ങനെ ഓടിച്ച് പോവുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, സീനുകളൊന്നുമില്ല. കർണാടകയിൽ പോകുന്നുണ്ട്. തന്നെ ബ്രേക്ക് ഇടാനിപ്പം കുറച്ച് നിരപ്പ് സ്ഥലമായി. നല്ല ഇറക്കും, ചെറിയ നിരപ്പ്. വണ്ടി സ്ലോ ആയപ്പോഴത്തേക്ക് ബ്രേക്ക് ഓഫ് ചെയ്തു. ഇത് കഴിഞ്ഞാൽ ആയിട്ടുണ്ടാക്കും പോയി വെള്ളം ചവിട്ടണം. അപ്പോഴത്തേക്ക് ആ എഞ്ചിൻ ബ്രേക്ക് ഇപ്പോൾ ചവിട്ട വളവുമായി വളവ് നീരാന്ന് പിന്നെ നമ്മൾ ഓഫ് ചെയ്തു. ലോക്കിലാണ് അതൊക്കെ തേർഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ എന്താ പറയുക, സെക്കൻഡിൽ പോകും വണ്ടി. എന്താ പറയുക, ചവിട്ട് വരുമ്പോൾ ഓൾറെഡി ചൂടായി നിൽക്കണമെന്നില്ല. പതയ്ക്കുക എന്നല്ലാതെ സാധ്യത വളരെ കൂടുതലാണ്. ആ ട്രെയിലർ ഇറങ്ങിപ്പോയി എന്നുണ്ട്. അതപ്പോൾ ട്രെയിലറൊക്കെ ഉടലിൽ ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിലർ ഇറങ്ങി. 14 14 പറഞ്ഞിട്ട് കാര്യമില്ല. നീളമാണ്, നീളം ഭയങ്കര നീളമല്ലേ. ഒടിഞ്ഞു മടങ്ങി പോകുന്നതാണ്. ഇങ്ങേത്തല മുതൽ അങ്ങേത്തല വരെ ഓൻ തന്നെ വേണം. ചെറിയ കണ്ടല്ലേ ഉള്ളെടുത്തിട്ടാണ് പോകുന്നത്.
സൈഡ് വരുന്നുണ്ടാവും, മെല്ലെ കയറി പോട്ടെ. വീട് പണി കഴിഞ്ഞ ഭാഗം കേട്ടോ ഇതൊക്കെ. കഴിഞ്ഞ പറഞ്ഞു കഴിഞ്ഞാൽ ടാറിങ് ചെയ്ത് സെറ്റാക്കി അടിപൊളിയായിട്ട് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ ടാറിങ്, ഇവിടെ താഴോട്ടൊക്കെ ടാറിങ് കഴിഞ്ഞ്, മേൽഭാഗം മാത്രമേ ഇനി ടാറിങ്ങുള്ളൂ. ഇറങ്ങി ചേർന്ന് അങ്ങോട്ടെത്തി, വരെ ഇറങ്ങി ലാസ്റ്റ് ഘട്ടത്തിലെത്തി. ഇവിടെ പോലീസ് ചെക്കോസ് കാര്യങ്ങൾ, ഹോട്ടൽ ഒക്കെ ഉണ്ട്. ഇവിടെ ഫുഡടിക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. റോഡ് പണിയിൽ എന്തൊരു പൂജ നടക്കണ്ടായിരുന്നു, അത് കാരണം ഫുള്ള് ബ്ലോക്ക്. ഇവിടെ വണ്ടി പിടിച്ചു വെച്ചു. ആ കുഴിയാണ് ഇന്നായ, ആ കുഴിയിലേക്ക് തന്നെ ഒറ്റ ഇറങ്ങല്, ഒറ്റ വളവ് കൊണ്ട് അങ്ങ് തീരു വരും ആ കുഴിയിലേക്ക്. ആലപ്പൂർ ഈ ഏരിയയുടെ നല്ല പ്രത്യേകത. അത് കടുകുന്നതൊക്കെ അതുപോലെ കടുക്കുന്ന വേറെ അങ്ങോട്ടേക്ക് പോയി വണ്ടി. ആ വീടിൻ്റെ മേലെ, അങ്ങനത്തെ 2 വീടിൻ്റെ മേലെ നിന്നാണ് ഇപ്പോൾ ആ വളവ് തുടങ്ങിയത്. നേരത്തെ കാണുന്ന വീട് അങ്ങനത്തെ 2 വീടിൻ്റെ മേലെ തുടങ്ങിയ വളവ് കിട്ടും. അല്ലാണ്ട് അതിന് മുന്നേ ഇതേപോലെ കെട്ടുമ്പോൾ തന്നെ ആ വളവിലേക്ക് ഇറങ്ങി വന്നിട്ടാണ് ആ വളവ് വളയുന്നത്. വളയ്ക്കുമ്പോൾ തൊടേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകുന്നത് ഈ എൻജിൻ ബ്രേക്ക് ഏതാ, അതെങ്ങനെയാണ് സംഭവം അറിയാത്തവർക്കിട്ടോ. ഒക്കെ അറിയുന്ന ആൾക്കാർ സ്കിപ്പ് ചെയ്യുക വിചാരിക്കും. റോഡ് അങ്ങനെയാണ്.
അതിനകത്തൊരു മലേൻ്റെ ലെവലിൽ നിന്നിട്ട് താഴേക്ക് ഒറ്റ ഇറങ്ങല് ഇതൊന്നും വളരെ അതിനകത്തോട്ട് താഴേക്ക് ഇതൊക്കെയാണ് നമ്മളെന്താ ടാസ്ക് ഡ്രൈവിങ്ങിൽ വലിയ വണ്ടി ഓടിക്കുന്നുണ്ട്. എൻജിൻ ബ്രേക്ക് എന്ന് പറഞ്ഞ സാധനം അതാ ഈ ഒരു സ്വിച്ചാണ്. അത് താഴേക്കിടും, അത് ഓഫാക്കും, അത്രയേ ഉള്ളൂ. എൻജിൻ ബ്രേക്ക് കുടുങ്ങിപ്പോയി. ഏറ്റവും അടിപൊളി സ്ഥലങ്ങളാണ്. ബ്രേക്ക് ഇട്ടു. ഈ വണ്ടി ലേശം സ്പീഡ് പോകണമെങ്കിൽ അത് ഓഫാക്കിയാൽ പിടിച്ച് വെച്ചോലെ വന്നു. അതും കൂടെ കാണിച്ചാൽ അതിൻ്റെ പരിപാടിയിൽ ഒന്നുമില്ല. ഹൈ ഗിയറിലിടുക, ലോഡ് ഗിയറിലിട്ടിട്ട് മറ്റേ സ്ലോ ആകുന്ന ഒരു ഘട്ടത്തിൽ വരുമ്പോൾ ഇത് ഓഫ് ചെയ്യുക, എന്നിട്ട് ഓഫ് ചെയ്ത് കൊടുക്കുക. ബൈക്കിനോട് തോന്നണ്ട, 2 കാലം താഴെ ഇറങ്ങുക, മാതിരി ഇറക്കാണ്. ലോഡ് വണ്ടി വണ്ടി സ്ലോ ആയി. അപ്പം എന്താക്കി അത് ഓഫാക്കി. ഈ സ്പീഡ് കൂടിയാണ്ടാവും. ഇട്ടപ്പോൾ ഓട്ടോമാറ്റിക് വണ്ടി നിന്ന് തുടങ്ങി. ഓഫ് ചെയ്ത് ബൈക്ക് ചവിട്ടുന്നതിന് പകരം എന്താക്കാം, സുഖമായിട്ട് അതിട്ട് ഓഫ് ചെയ്ത് അങ്ങനെ ഇറങ്ങിപ്പോവാം. ഇനിയിപ്പോൾ ചെറിയ ഇറക്കല്ലേ, അപ്പം എന്താക്കി ബസ്സിലേക്ക് എടുത്തിട്ട് ബസ്സിലേക്ക് മാറി. ഒരു സ്ഥലം, ഒരു പാലം, മരപ്പാലം. ഇടയ്ക്കൊരു തൂണൊക്കെ ഉണ്ടല്ലേ, സെറ്റപ്പാണല്ലോ. ആൾക്കാർ സ്ഥിരമായിട്ട് പോണ പാലാന്ന് തോന്നുന്നു. നല്ല സെറ്റപ്പ്. അയ്യോ, പൊരിഞ്ഞ മഴയത്ത് ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കും. നമ്മളൊരു കോണത്തിലെ റോട്ടിൽ കൂടെയൊക്കെ ഈ സാധനം വലിച്ച് കയറി പോകേണ്ടത്. എന്താ ചെയ്യേണ്ടത്? ഓരോ സ്ഥലത്തൊക്കെ കൂട്ടിക്കൊണ്ടുവരും. 50 എന്ന് പറഞ്ഞിട്ട് മറ്റേ കയറി പോകേണ്ടത് വണ്ടി. ഇതെങ്ങനെയെങ്കിലും കയറി പോവാ ഇനി.
ചെറിയ റോഡിനായി വലിയൊരു വണ്ടി വന്നിട്ട് നോക്കിയാണ് നിങ്ങൾ ഇങ്ങനെ ഇടങ്ങാറാക്കുന്ന എന്താ ഇവര്? ഇല്ല, ഇനിയിപ്പോൾ പോയിട്ട് ഞാൻ ഇത് എവിടെ പോയിട്ടായി തിരിച്ചിട്ട് വരിക? ഓരോ മലയാണ്, ഓരോ കിലോമീറ്റർ, 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഒരു മല അങ്ങോട്ട് ഞാനിന്ന് കയറാൻ തുടങ്ങി. ഞാനിന്ന് കയറുക, മേലെത്തുക, പിന്നെ അതേപോലെ ഇറങ്ങി പോവുക. എന്താ കേട്ടോ, ഞാനിപ്പോ എന്താ സ്ഥലത്തിൻ്റെ പേര്, ഒരു മലേൻ്റെ ടോപ്പിലെത്തി. ഇനി അതുപോലെ ഒറ്റിറങ്ങല. ഫുള്ളോടും കൊണ്ട് വന്നെങ്കിൽ പെട്ടേനെ. ഇപ്പൊ പകുതി ഇറക്കി വന്നതുകൊണ്ട് രക്ഷപ്പെട്ട്. റബ്ബർ തോട്ടത്തിൻ്റെ ഏരിയ ആണ്. എന്തോ റിപ്പയർ ചെയ്തിട്ടാണല്ലോ. അങ്ങോട്ട് കയറിയാൽ പിന്നെ നോക്കണ്ടല്ലോ. വെള്ളരിക്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. വെള്ളരിക്കുണ്ട് സൊസൈറ്റിയിൽ കഴിഞ്ഞ പ്രാവശ്യം ഇറക്കിയതാണ്. ഇപ്പോൾ പിന്നെയോ കേട്ടെ വേണ്ട. ഇവിടുന്ന് ലെഫ്റ്റ് എങ്ങാണ്ടാ പോകണ്ടേ ചോദിച്ചിട്ട് കൈകാര്യം ചെയ്യാം. ജംഗ്ഷൻ എന്നുള്ളത് അതാ കണ്ണപ്പാറ. അവിടെ പിന്നെയും കയറ്റം. ഹൈ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതാണ് ഹൈ റേഞ്ച്. പ്രകൃതി എത്ര മനോഹരമേ. എന്താ അടിപൊളി സ്ഥലം. ഇന്നലെ ഇതേപോലത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഈ തിണ്ടിൻ്റെ മുകളിൽ അങ്ങോട്ടേക്ക് മണ്ണിട്ട് സെറ്റാക്കി അവിടെ ഒരു വീട് എടുത്തിട്ട് ഒറ്റക്ക് ഒരാൾ, ഒരു വീട് മാത്രം. എന്ത് രസമാ വീട് കാണാനും.
രാജാവായിട്ട് നിൽക്കുക. ഇവിടെ ഇങ്ങനെ നേരെ കെട്ടിയിട്ട് എന്താക്കി ഒരു വീടാൻ എടുക്കുക. അതിൻ്റെ മുകളിൽ ഇങ്ങനെ നിന്നിട്ട് ഈ കാണുന്ന വ്യൂസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഓ പൊളി വൈവന്നെയായിരിക്കും. റോഡ് കയറിക്കൊണ്ടിരിക്കുക. അടിപൊളി സ്ഥലങ്ങൾ. ഇവിടെ വിളാന്നോടെ ഇറക്കിയിട്ട് ബന്തെടുക്കാം മുന്നാട് കുണ്ടംകൊയ്യ അതും പറഞ്ഞിട്ടൊരു സ്ഥലം കൂടെ ഉണ്ട്. അവിടെയും കൂടെ ഇറക്കണം. 3 ഡെലിവറിയും കൂടെ ഇറക്കിയാൽ കഴിഞ്ഞു. ഇവിടെയൊക്കെ എത്തിയപ്പോൾ നല്ല റോഡ് കിട്ടാം. മറ്റേത് ഒറ്റ ചെറിയ റോഡായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ പോക്കറ്റ് റോഡ് തന്നെ. ഇവിടെയൊക്കെ പിന്നെ ഹൈവേ റോഡാണ്, മലയോര ഹൈവേ ആണ് ഇതൊക്കെ.